വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തനാണോ ഇവൻ? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, അത്ര വിഷം. പക്ഷേ നമുക്കിപ്പോ ഡിപ്പെൻഡ് ചെയ്യാൻ അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം നമ്മൾ അവനെ കൂട്ടുന്നത്. ചന്ദ്രയ്ക്ക് നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. കൂടെ നിന്നത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണോ? ആവശ്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതൊന്നും തൽക്കാലം നീ അറിയണ്ട. നിനക്ക് ഗുണമുള്ളത് തന്നെയാ. എന്തെപ്പോ എങ്ങനെ ചെയ്യണമെന്ന് സമയസമയത്ത് പറഞ്ഞു തരും. അതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. വേറെ ആളെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, നീയാവുമ്പോ വിശ്വസിക്കാലോ എന്ന് കരുതിയിട്ടാ. എന്ന് കരുതി വിളച്ചിലെങ്ങാനും എടുത്ത അറിയാലോ ഞങ്ങൾ രണ്ടുപേരെ. നിന്റെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. ഇല്ല, ഞാനങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിന്നെ കൊടുക്കാനുള്ള സകലതും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വേണ്ടെന്ന് വെച്ചത് ഈ ചന്ദ്ര പറഞ്ഞതുകൊണ്ടാ. നിന്നെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് തോന്നി, അതുകൊണ്ടാ പോട്ടേന്ന് ഞാൻ വെച്ചത്. തൽക്കാലം എല്ലാം മറന്നേക്കാൻ റൂബിയോട് പറഞ്ഞത്. ചന്ദ്രയുടെ അച്ഛൻ നടേശൻ സാറിന്റെ മരണം നീ മറന്നിട്ടില്ലല്ലോ. മദ്യക്കുപ്പി എത്തിച്ചത് നീയാ. ആ ഒരൊറ്റ കാരണം മതി ആ കേസിൽ നിന്നെ പ്രതിയാക്കാൻ. പക്ഷെ ചെയ്യില്ല. അതിന് നീയും പ്രത്യുപകാരം ചെയ്യണം. എന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. അത് വൃത്തിയായിട്ട് നടപ്പാക്കണം. ആ ജോലിയായിരിക്കും നിനക്ക്. പറഞ്ഞാ മതി, ഞാൻ അനുസരിച്ചോളാം. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ തന്നെ എന്റെ മനസ്സിൽ. രണ്ടുപേരുടെ ആഗ്രഹം ഒന്ന് തന്നെ ആയ സ്ഥിതിക്ക് എന്തിനാ നമ്മളിങ്ങനെ വിഘടിച്ചു നിൽക്കുന്നത്? ഒരുമിച്ച് നിന്ന ശക്തി കൂടും, കാര്യങ്ങൾ എളുപ്പമാവും. അപ്പുറത്ത് നിൽക്കുന്നവരും അത്ര മോശക്കാരല്ല. അവരെ വീഴ്ത്താൻ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ നിന്നോളാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ചതിച്ച നിനക്ക് തന്നെയാ ദോഷം. നിനക്ക് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ നീ പൊയ്ക്കോ. എന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ അറിയിച്ചോളാം. നിരഞ്ജൻ നാളെ ടൗണിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കും. അറിഞ്ഞു. സാറാ ഇന്ന് സമ്മതിച്ചു അല്ലേ? സമ്മതിക്കാതെ പിന്നെ എത്ര കാലം ഒരാളിങ്ങനെ വീട്ടിൽ ജോലിയില്ലാതിരിക്കും? അയാൾക്ക് അയാളുടെ പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹങ്ങളില്ലാത്ത ഏത് മനുഷ്യനാ സാറാ ഉള്ളത്? അത് മുഴുവൻ നടക്കാറുണ്ടാവും. സാർ ഒരിക്കലും പുതിയ ജോലിക്ക് കയറാൻ സമ്മതിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞതാ സ്വാമി, പക്ഷെ അവരത് മനസ്സിലാക്കണ്ടേ? പിന്നെ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിരഞ്ജൻ സാറ് കുറച്ച് നാളുകൂടി ജോലിക്ക് പോവാതിരുന്നെങ്കിൽ അതിന്റെ ഗുണം ഉണ്ടാവുമായിരുന്നു.
തങ്കച്ചിയുടെ മനസ്സില് ഇപ്പോഴുള്ള ദേഷ്യം മാറാൻ അത് സഹായിച്ചേനെ. അവര് കാരണം ഒരാള്, അതൊരു ഡോക്ടർ, ബുദ്ധിമുട്ടുന്നു എന്ന് വന്നാലേ ഇപ്പൊ കാണുന്ന പിടിവാശി ഉപേക്ഷിക്കാൻ അവര് തയ്യാറായിരുന്നേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ അവസരം ഇല്ലാതാക്കി. ഞാൻ നിസ്സഹനാണ് സ്വാമി. ഇതിൽ കൂടുതൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ മനോഭാവ സാറ് ആദ്യം മാറ്റേണ്ടത് സാറ്. സാറ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മക്കളും മരുമക്കളും പറയണമെന്നും സാറ് അനുസരിക്കേ വേണ്ട. കാരണം സാറിന്റെ വീടാ അത്. എല്ലാം എനിക്കറിയാം സ്വാമി, പക്ഷേ നടക്കില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതാണ് സാറെ കുഴപ്പം. ഇപ്പൊ കുറച്ച് തട്ടുകേട് വന്നിട്ടുണ്ടെങ്കിലും പ്രതാപത്തിന് അല്പം പോലും മങ്ങലേറ്റിട്ടില്ല എന്ന് സാറ് ചിന്തിക്കണം. സാറിപ്പോഴും പഴയ ജയശങ്കർ തന്നെയാ. അത് സ്വയം പറഞ്ഞ് പഠിപ്പിക്കണം മനസ്സിന്. നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കണമെന്നില്ല സാറിന്. അതിന്റെ തുടക്കം ഇവിടുന്നായിരിക്കണം സാറേ. നോക്കാം സ്വാമി, മറ്റൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആ ശകുനി വന്നിരുന്നു. ആര്? സ്വാമിയോ? ആ, അത് തന്നെ. എന്തൊക്കെയോ ഓതിക്കൊടുത്തിട്ട് പോകുന്നുണ്ടു. നിരഞ്ജൻ പുതിയ ജോലിക്ക് പോകുന്നതേ ആ സ്വാമിക്ക് ഇഷ്ടമായിട്ടില്ല. അദ്ദേഹം ജോലിക്ക് കയറുന്നതില് സ്വാമിക്ക് എന്താ പ്രശ്നം? അതാ എനിക്കും മനസ്സിലാവാത്തെ. എത്ര പാടുപെട്ടിട്ടാ നിന്റെ ഡാഡി അതിന് സമ്മതിച്ചെന്നറിയാലോ. ആ മനസ്സിൽ വിഷം കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ? സ്വാമിയെ ഈ വീട്ടിൽ കയറ്റരുത് മോളെ, എന്നാലേ ഈ വീട് രക്ഷപ്പെടും. അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ അപ്പച്ചി. ഡാഡിക്കല്ലേ അബോധം ആദ്യം വേണ്ടത്. അങ്ങേരൊരിക്കലും സ്വാമിയെ തള്ളി പറയില്ല. ഈ വീട് തിരിച്ചു പിടിച്ചത് നിരഞ്ജന് സിദ്ധു ഉണ്ടായിരുന്നോണ്ടാ. അതിന് പോലും ഈ സ്വാമി എതിരായിരുന്നു. എന്നിട്ടും ഈ സ്വാമിയെ വിടാൻ നിന്റെ ഡാഡി തയ്യാറല്ല. അതാ ഞാനും എപ്പോഴും ആലോചിക്കുന്നേ. ഇപ്പൊ വരെ ഡാഡിക്ക് അനുകൂലമായിട്ട് സ്വാമി ഒന്നും ചെയ്തിട്ട് പോലുമില്ല. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടായിരിക്കും ഡാഡി സ്വാമിയെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്? ഒന്നുകിൽ സ്വാമിയുടെ ഈ ഇരട്ടമുഖം നിന്റെ ഡാഡിക്കറിയാം, അല്ലെങ്കിൽ തീർത്താ തീരാത്ത എന്തോ ഒരു കടപ്പാട് നിന്റെ ഡാഡിക്ക് സ്വാമിയോടുണ്ട്.